വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിൽ ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം തുടങ്ങുകയാണ്. വിജിലൻസ് SP ജോൺ കുട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ന് അന്വേഷണം ആരംഭിക്കും. സുജിത് ദാസിനെതിരായ വിജിലൻസ് അന്വേഷണവും തിരുവനന്തപുരം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തും. അതേസമയം വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളിൽ കാണും. പ്രതികരിക്കുമോ, എന്തിലൊക്കെ പ്രതികരിക്കും എന്നതാണ് കണ്ട് അറിയേണ്ടത്. ഇപ്പോൾ പ്രജിത്ത് മോഹനൻ ചേരുകയാണ്. പ്രജിത്തിലേക്ക് വന്നപ്പോഴാണ് കവിയൂർ പൊന്നമ്മയുടെ മൃതദേഹം, ഭൗതിക ശരീരം ലസി ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്ന് ഹാളിലേക്ക് മാറ്റിയത്. പ്രജിത്ത്, അന്വേഷണം ഇന്ന് ആരംഭിക്കും എന്ന് അറിയുന്നു. അന്വേഷിക്കുന്നതൊരു SP റാങ്കിലുള്ളൊരു ഉദ്യോഗസ്ഥനാണ്. അതിനൊരു ഔപചാരികത വരുത്താനായി വിജിലൻസ് ഡയറക്ടർ മേൽനോട്ടം വഹിക്കും എന്നും പറയുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ: എത്ര ഗൗരവതരമാണ് ഈ അന്വേഷണം? രണ്ട്, ഇത് ഫലപ്രാപ്തിയിൽ എത്തും എന്ന് കരുതാനാകുമോ? അതോ ഒരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഉള്ള ഒരു പ്രശ്നപരിഹാരത്തിനാണോ മുഖ്യമന്ത്രിയും രാഷ്ട്രീയ നേതൃത്വവും ശ്രമിക്കുന്നത്? പ്രജിത്ത്, മുഖ്യമന്ത്രി വലിയ രീതിയിൽ പ്രതിരോധത്തിലായതിനു ശേഷമാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് പോലും സർക്കാർ കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം CPI സ്വീകരിച്ച ഒരു നിലപാട്, പ്രകാശ് ബാബുവിനെ പോലെയുള്ള നേതാക്കളൊക്കെ പുറത്തു വന്ന് പരസ്യമായി ഈ കാര്യത്തിൽ നിലപാട് പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നതിന് ശേഷമാണ് ഇത്തരത്തിലൊരു അന്വേഷണത്തിലേക്ക് പോലും സർക്കാർ പോയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം PV അൻവർ ഉപയോഗിച്ച ആരോപണങ്ങൾ അത് സത്യമോ കള്ളമോ എന്നപ്പുറത്തേക്ക് അത് വളരെ ഗൗരവകരമായ ആരോപണങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ADGPക്കെതിരെയും മുൻ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരെയും ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങൾ, ആ ആരോപണങ്ങളിൽ ഒരു പ്രാഥമിക പരിശോധന പോലും ഒരു സർക്കാർ നടത്താത്ത സാഹചര്യത്തിൻ്റെ ഒരു പ്രശ്നം അത് പലപ്പോഴായി പല ഘട്ടങ്ങളിലായി പലരും ഉയർത്തിയതാണ്. അതിലെ ഒരു നിയമപ്രശ്നങ്ങളുണ്ട്. കാരണം ഇത്ര വലിയ കുറ്റകൃത്യങ്ങളും അല്ലെങ്കിൽ ഇത്ര വലിയ സാമ്പത്തിക ക്രമക്കേടുകളും ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ, അന്വേഷണം വഴിതെറ്റിക്കുന്ന അടക്കമുള്ള രീതിയിലുള്ള നടപടികളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു ADGP റാങ്കിലിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ കൃത്യമായ പരിശോധന ഉണ്ടാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആ സംവിധാനത്തിൻ്റെ മുഴുവൻ ഒരു നീതികേട് അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. പക്ഷേ എന്നിട്ടും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം തുടർന്നു. അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ DGPയുടെ ഭാഗത്ത് നിന്ന് അന്വേഷണത്തിന്, വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ വന്നിട്ട് കൂടി മുഖ്യമന്ത്രി മൗനം തുടർന്നു. ദിവസങ്ങൾ മൗനം തുടർന്നു. ഒടുവിലാണ് ഇന്ന് മുഖ്യമന്ത്രി ഇന്ന് പ്രതികരണത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങൾ മുഖ്യമന്ത്രി നേരിടും. അതിന് അദ്ദേഹം പറയുന്ന മറുപടികൾ എന്തൊക്കെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ കൗതുകമുണ്ട്. കാരണം ഈ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം കാര്യമായ ഒരു പ്രതികരണത്തിന് മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. പോലീസ് അസോസിയേഷന്റെ ഒരു സമ്മേളനത്തിൽ വെച്ച ADGP MR അജിത് കുമാറിനെ അടക്കം വേദിയിലിരുത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ സർക്കാരിന്റെ നിലപാടുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സർക്കാർ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ അന്വേഷണം നടത്താത്ത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊന്നും മുഖ്യമന്ത്രി ഒരു പ്രതികരണത്തിന് തയ്യാറാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പലവട്ടം മാധ്യമപ്രവർത്തകർ പലയിടത്ത് വെച്ചും അദ്ദേഹത്തിന്റെ പ്രതികരണം തേടാനും ശ്രമിച്ചിരുന്നു. പക്ഷെ അപ്പോഴും അദ്ദേഹം മൗനം തുടർന്നു. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി ഈ വിഷയങ്ങളിൽ, ഈ വിവാദങ്ങളിൽ CPIയുടെ അടക്കം രൂക്ഷമായ വിമർശനം ഉയർന്നിട്ടും മുഖ്യമന്ത്രി പാലിച്ചിരുന്ന മൗനം ഇന്ന് വെടിയുമോ, അല്ലെങ്കിൽ പതിവ് പോലെ മുഖ്യമന്ത്രിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി എണീറ്റ് പോകുമോ എന്നുള്ളതാണ് കൗതുകം. എന്തായാലും ഇന്ന് അന്വേഷണത്തിന്റെ ആദ്യ ദിനം ഇന്ന് തുടങ്ങുകയാണ്. ഈ അന്വേഷണം എന്ന് പറയുമ്പോൾ പോലും അതൊരു പ്രാഥമിക പരിശോധനയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിജിലൻസിന്റെ രീതി അനുസരിച്ച് ഇത്തരമൊരു ആരോപണം, ഇത്തരമൊരു പരാതി, ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ പ്രാഥമികമായി അത് പരിശോധിച്ച് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമോ എന്നുള്ള കാര്യത്തിൽ ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകും. അതിനുശേഷം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സർക്കാർ ഒരു കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണത്തിലേക്ക് പോകുക എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുക. എന്തായാലും ഈ പ്രാഥമിക പരിശോധന ആരംഭിക്കുമ്പോൾ തന്നെ SP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ADGPക്കെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്നു എന്നുള്ള ഒരു യോജിക്കാത്തൊരു കാര്യം അവിടെയുണ്ട്. എന്തായാലും ഈ ADGPക്കെതിരായ ആരോപണങ്ങളുടെ മേൽനോട്ടം വിജിലൻസ് ഡയറക്ടർ വഹിക്കുന്നു എന്നുള്ളതാണ് അതിൽ പോലീസിൻ്റെയോ അല്ലെങ്കിൽ സർക്കാരിൻ്റെയോ ഭാഗത്തു നിന്നുള്ളൊരു ന്യായീകരണം എന്ന് പറയുന്നത്. എന്തായാലും എത്രത്തോളം ഫലപ്രദമാകും ഈ അന്വേഷണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശയക്കുഴപ്പങ്ങളുണ്ട്. ആരോപണം ഉയർത്തിയത് ഭരണകക്ഷിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു MLA ആണ്, ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങളും ചെറുതല്ല. പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധം, അതിൽ സ്വർണം പിടിച്ചെടുക്കുന്ന സ്വർണ്ണത്തിൽ കൃത്രിമത്വം വരുത്തുന്നു, അതിൽ അളവ് കുറച്ച് കാണിക്കുന്നു,
തുടരുന്നു. ഒപ്പം വലിയ രീതിയിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ, അന്വേഷണങ്ങൾ വഴിതെറ്റിക്കാൻ അല്ലെങ്കിൽ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കി നൽകാൻ കൈക്കൂലി വാങ്ങുന്നു. അതോടൊപ്പം കവടിയാറിൽ അദ്ദേഹത്തിൻ്റെതായി നിർമ്മിക്കുന്ന വീടിനെ പറ്റിയുള്ള ആരോപണങ്ങൾ, ഇതിനുള്ള പണം എവിടെ നിന്ന് വന്നു എന്നുള്ള ചോദ്യം, ബന്ധുക്കളുടെ പേരിൽ ഈ രീതിയിലുള്ള ക്രമവിരുദ്ധമായിട്ടുള്ള സ്വത്ത് സമ്പാദനം അടക്കം നടത്തുന്നു തുടങ്ങിയിട്ടുള്ള വ്യാപകമായ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്, വലിയ ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഒരു സംസ്ഥാന ADGP പോലെ ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പോസ്റ്റാണ് എന്ന് നമുക്ക് ഒരുപക്ഷെ പറയേണ്ടി വരും. പോലീസിലെ അത്തരമൊരു സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ ഇത്തരം വലിയ ആരോപണങ്ങൾ വന്നിട്ട് കൂടി നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും ഈ അന്വേഷണം ഇന്ന് ആരംഭിക്കുമ്പോൾ പോലും അദ്ദേഹം ക്രമസമാധാനമുള്ള ചുമതലയുള്ള ADGP ആയി തുടരുന്നു എന്നുള്ള മറ്റൊരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ഒരുപക്ഷെ അദ്ദേഹത്തോട് അവധിയിൽ പോകാൻ ആവശ്യപ്പെടാൻ തന്നെയാണ് ഒരു സാധ്യത നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യവും സർക്കാരിന് മുന്നിലുണ്ട്. അപ്പോൾ ഇക്കാര്യത്തിലൊക്കെ മുഖ്യമന്ത്രി എന്ത് പറയുമെന്നറിയാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കൗതുകമുണ്ട്. നമ്മളും ആ കൗതുകത്തോടെ തന്നെയാണ് കാത്തിരിക്കുന്നത്. സർക്കാർ ഇത്ര കാലം അൻവറിന്റെ ആരോപണങ്ങൾ വന്നതിന് ശേഷം ഇത്രയും കാലം സ്വീകരിച്ച നടപടികളെ ന്യായീകരിക്കുമോ അതോ തെറ്റേറ്റ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാകൂ. എന്തുകൊണ്ട് അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നടപടി ഉണ്ടാകുന്നില്ല, ഗവർണർ അടക്കം നടത്തിയിട്ടുള്ള വിമർശനങ്ങളിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല, CPI പോലെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി തന്നെ ആവശ്യങ്ങൾ ഉയർത്തിയതിൽ അതിൽ നടപടി സ്വീകരിക്കാത്തത് മുഖ്യമന്ത്രിയുടെ താല്പര്യക്കുറവ് കൊണ്ടാണ് എന്നുള്ള ആരോപണങ്ങൾ ഉണ്ട്. ആ ആരോപണങ്ങൾക്കൊക്കെ മുഖ്യമന്ത്രി എന്ത് മറുപടി പറയും തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ മുഖ്യമന്ത്രി രാവിലെ 11 മണിയോടെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുക. അതിൽ ഈ ചോദ്യങ്ങൾക്കൊക്കെ അദ്ദേഹം മറുപടി പറയാൻ തയ്യാറാകുമെങ്കിൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് അതിൽ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി വളരെ കോർണറായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. CPI മുന്നണിയിൽ ഇത്ര വലിയ വിമർശന കൊടുങ്കാറ്റ് ഉയർത്തുമെന്നൊന്നും സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചിരുന്നില്ല. അല്ലെങ്കിൽ പുറത്തു വന്ന ഈ രീതിയിലുള്ള വ്യാപകമായ വിമർശനങ്ങൾക്ക് CPIയിലെ നേതാക്കന്മാർ തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഏതാണ്ട് കാനത്തിൻ്റെ കാലത്തൊക്കെയുള്ള രീതിയിൽ CPI നിന്ന് ഒരു പ്രതികരണങ്ങളും അല്ലെങ്കിൽ പുറത്തു വന്ന സർക്കാരിനെ വിമർശിക്കുന്ന രീതിയിലുള്ള നടപടികളൊക്കെ ഉണ്ടാകുന്നു എന്നുള്ളതും ഒരു രാഷ്ട്രീയ കൗതുകമാണ്. കാനം ചുമതല ഒഴിഞ്ഞ ശേഷം പിന്നീട് ആ രീതിയിലേക്കുള്ളൊരു വിമർശനങ്ങളോ ഒന്നും CPIയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ വീണ്ടും CPIയുടെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരേക്കുള്ള വിമർശനങ്ങൾ വരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ഇന്ന് മുഖ്യമന്ത്രി എന്താണ് പറയുന്നത് എന്നുള്ളതിലാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അദ്ദേഹം ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ADGPയെ സംരക്ഷിക്കാൻ നിലപാട് സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ, അത്തരം വിമർശനങ്ങൾ, അതിനുള്ള മറുപടി എന്ത് പറയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.